ആദരണീയനായ പുളിക്കൽ പിതാവേ, ഏകദേശ പ്രിയപ്പെട്ട അച്ഛന്മാരെ, എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ച ആൻഡ്രോച്ച, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാഞ്ഞിരപ്പള്ളിയിലെ സഹോദരി സഹോദരന്മാരെ, യുവജനങ്ങളെ, കുട്ടികളെ, എന്തായാലും ഈ ഡാൻസ് പ്രോഗ്രാം നടന്നത് വളരെ നന്നായി. ഇവിടുത്തെ കുട്ടികൾ ഞാൻ ചെയ്ത ഡാൻസിൻ്റെ വൃത്തികേട് മാറ്റി തന്നു. ആദ്യമായിട്ടാണ് ഞാനൊരു ക്രിസ്മസ് സന്ദേശം പറയാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. സന്ദേശം എന്നല്ല, ക്രിസ്മസിനൊരു ആശംസ പറയാം. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത് കുട്ടിയായിരിക്കുമ്പോഴും വളരെ ഒരു ഇപ്പം യുവാവല്ലെന്നല്ല, ഒരു ഒരു 25 വയസ്സിന് മുമ്പ് ഉള്ള കാലഘട്ടമാണ്, പ്രത്യേകിച്ച് കുട്ടിക്കാലം. പ്രിയപ്പെട്ട സ്റ്റീഫൻ ദേവസിയുടെ ഒരു മ്യൂസിക്കൽ മാജിക്കാണ് നടക്കാൻ പോകുന്നതിവിടെ. ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല, എങ്കിലും എൻ്റെ കുഞ്ഞുനാളിലെ കുറച്ച് അനുഭവങ്ങൾ ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 70കളിലാണ് എൻ്റെ കുട്ടിക്കാലം. ഈ കുട്ടിക്കാലത്തൊക്കെ ഇന്നിപ്പോൾ നമുക്കറിയാം, എല്ലാ വീടുകളിലും പുൽക്കൂട്, നക്ഷത്രം, എന്ത് വേണം കുട്ടികൾക്ക് ആവശ്യമുള്ളത് എന്തും ഏത് രീതിയിലുള്ള ഏത് തരത്തിലുള്ള മാതാപിതാക്കളും റെഡിയാക്കി കൊടുക്കും. പക്ഷെ എൻ്റെ ഒന്നും കുട്ടിക്കാലത്ത് അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നില്ല. ഒരു പുൽക്കൂടെന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ്. എനിക്കൊന്ന് പാറേപ്പള്ളി പെരുന്നാൾ നടക്കുമ്പോൾ ഈ പുൽക്കൂട്ടിലെ ഓരോരോ സെറ്റുകൾ, ചിലപ്പോൾ ഒരു പെരുന്നാളിന് 2 ആടിനെ മേടിക്കും, നെടുങ്കുന്നപ്പള്ളി പെരുന്നാളിൽ ഒരു പശുവിനെ മേടിക്കും, ഒരു ഉണ്ണീശോ മേടിക്കും, മാതാവിനെ മേടിക്കും. അങ്ങനെ പലത് കളക്ട് ചെയ്തിട്ടാണ് ഒരു 5-6 പെരുന്നാളൊക്കെ കഴിയുമ്പോഴാണ് ഒരു പൂർണ്ണരൂപമുള്ള ഒരു പുൽക്കൂട് ഉണ്ടാവുന്നത്. അങ്ങനെ ഈ പുൽക്കൂടൊക്കെ ആയിക്കഴിയുമ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ ഒരു പ്രാവശ്യം ഏറ്റവും നല്ല പുൽക്കൂടിന് സമ്മാനമുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് വന്നു. അപ്പം ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഈ പുൽക്കൂട് ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടങ്ങളിൽ ഇപ്പോഴുള്ള കുട്ടികൾക്കാണെങ്കിലും മനസ്സിലാവും, നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ബാക്കിയുള്ള ആളുകളെല്ലാം മാതാവ്, ഔസപിതാവ്, ആട്, പശു, രാജാക്കന്മാരെല്ലാം വെക്കും. പക്ഷേ ഉണ്ണി അങ്ങോട്ട് പിറക്കാത്തതിൻ്റെ ഒരു തിടുക്കം നമുക്ക് എപ്പോഴും ഉണ്ടാകും. ഉണ്ണി ഒന്ന് പിറന്നിരുന്നെങ്കിൽ. ഞാൻ ഈ 25-ാം തീയതി 24-ാം തീയതി രാത്രി വരെ മിക്കവാറും ഞാൻ ശ്രമിച്ചിരിക്കാറില്ല. 23 ആകുമ്പോൾ എൻ്റെ ക്ഷമ കേടും. ഞാൻ ഉണ്ണിച്ചോയെ കൊണ്ട് അതിനകത്ത് മിക്കവാറും വെക്കും. അപ്പം ഈ ഇടവകയിൽ നിന്ന് ഇങ്ങനൊരു മത്സരമുണ്ടെന്ന് അറിയിച്ചു. ആ സമയത്ത്, ആ വർഷം എനിക്കൊരു 10-12 വയസ്സുള്ള സമയത്ത്, ആ സമയത്ത് നമ്മൾ നേരത്തെ തന്നെ അറിയാം, എല്ലാവരും ചെയ്യുന്ന പോലെ നെല്ല് മുളപ്പിച്ച് പാടം, പോസ്റ്റുകാല്, കുളം, പാലം, പിന്നെ പുൽക്കൂട് എന്ന് പറഞ്ഞാൽ ഈ കമ്പും ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പനയോലയൊക്കെ വെച്ചിട്ടുള്ളൊരു പുൽക്കൂട്. അങ്ങനെ 23-ാം തീയതി ഞാൻ തീരുമാനിച്ചു എന്തായാലും ഉണ്ണീശോയെ വെക്കാം. പള്ളിയിൽ നിന്ന് വരുന്ന 25-ന്. ഞാൻ 23-ാം തീയതി രാത്രി ഉണ്ണീശോയെ കൊണ്ട് പുൽക്കൂട്ടി വെച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കാണുന്നത് ആ പുൽക്കൂട്ടിൽ മാതാവിനെ കാണുന്നില്ല. എൻ്റെ മാതാവ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, അമ്മയില്ലാതെ ഉണ്ണിയെ മാത്രം കിടത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വളരെ വിഷമമായി എനിക്ക്. എത്രയും പെട്ടെന്ന് ഒരു 24 മണിക്കൂറിൽ എനിക്കൊരു മാതാവിനെ ഉണ്ടാക്കണം. ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗവുമില്ല. അപ്പോൾ അത്യാവശ്യം സാമ്പത്തികമായിട്ട് മുൻനിര നിൽക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, തോമസ് ഊട്ടിക്ക് അച്ചായനൊരു ക്രിപ്പ് സെറ്റ് മേടിച്ചു കൊടുത്ത കൂടാതെ ചേട്ടൻ കുറച്ചുകൂടെ നല്ലൊരു പുൽക്കൂട് സെറ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ തോമസ് ഊട്ടിയോട് ചെന്നിട്ട് പറഞ്ഞു, തോമസ് ഊട്ടി എന്നെ ഒന്ന് സഹായിക്കണം, എൻ്റെ മാതാവ് അപഹരിക്കപ്പെട്ടിരിക്കുന്നു, എനിക്കൊരു മാതാവിനെ തന്ന് സഹായിക്കണം. തോമസ് ഊട്ടിക്ക് 2 മാതാവുണ്ടല്ലോ. തോമസ് ഊട്ടി കുറച്ചു നേരം ആലോചിച്ചിട്ട്, തോമസ് ഊട്ടി ഇച്ചിരി കച്ചവട ബുദ്ധിയുള്ള ആളാണ്. തോമസ് ഊട്ടി എന്ന് പറഞ്ഞു, ശരി, ഞാൻ എൻ്റെ പഴയ മാതാവിനെ അന്ന് തരാം, പക്ഷേ ജോണിച്ചന് 4 ആടുണ്ടല്ലോ, അതിൽ 2 ആടിനെ എനിക്ക് തന്നാൽ ഞാൻ മാതാവിനെ തരാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ 2 ആടിനെ കൊടുത്തിട്ടാണെങ്കിലും ഈ മാതാവിനെ അവിടെ വെച്ചു. ചില റിച്ചായിട്ടുള്ള മാതാവിനെ അവിടെ കൊണ്ട് വെച്ചപ്പോഴാണ് എനിക്ക് അടുത്ത പ്രശ്നം, ഈ പുതിയ മാതാവിന് മുന്നിൽ എൻ്റെ ഔസപിതാവ് പൊക്കം കുറഞ്ഞ ഒരാളായി പോകുന്നു.
അത് സമ്മതിക്കാൻ പാടില്ല. കാരണം മാതാവാണെങ്കിലും ഔസപിതാവ് മാതാവിനാൽ 1 ഇഞ്ചെങ്കിലും കൂടുതലായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഇച്ചിരി കല്ലും കട്ടയൊക്കെ വെച്ചിട്ട് ഔസപിതാവിന് ഒരു ഹൈറ്റ് കൊടുത്ത് കുറച്ച് പുല്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എടവപ്പള്ളിയിൽ നിന്ന് ഈ പിറ്റേ ദിവസം ഈ പുൽക്കോടിൻ്റെ ജഡ്ജസ് വന്നു. എൻ്റെ വീടും കണ്ടു, എൻ്റെ പുൽക്കോടും കണ്ട് പോയി. ഇങ്ങനെ ഓരോ വീടുകൾ കയറി ഇറങ്ങുകയാണ്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കണ്ട് ജഡ്ജസ് പോകുന്ന വഴിക്ക് ഞാനും ഇവരെ അനുഗമിക്കുന്നുണ്ട്. അങ്ങനെ കുന്നൊക്കെ കയറി ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അപഹരിക്കപ്പെട്ട മാതാവ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലിരിക്കുന്നു. ഞാൻ മാതാവിനെ കണ്ടു, അവനെ നോക്കി. അപ്പം അവൻ അറിയരുത്. പിന്നെ ഞാനത് കോംപ്രമൈസ് ചെയ്തു. ആ പ്രശ്നം കഴിഞ്ഞു. പിന്നെ ഏറ്റവും വലിയ തമാശ, വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മാതാവിനെ അപഹരിച്ച ആളെ ഞാൻ മാമടവള്ളി പെരുന്നാളിന് പ്രദക്ഷിണത്തിന് ഞാൻ കണ്ടു. അദ്ദേഹം ഇന്നൊരു വൈദികനാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് പ്രദക്ഷിണത്തിന് പോകുന്ന വഴിക്ക് ഞാൻ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛാ ഓർമ്മയുണ്ടോ? ഉണ്ട്. പെരുന്നാൾ കഴിഞ്ഞ് കണ്ടപ്പോൾ എന്നോട് അച്ഛൻ സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു, ജോണി, അന്ന് നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ അപഹരിച്ച മാതാവ്, ആ മാതാവിന് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ മാതാവിനോട് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ പ്രാർത്ഥനയ്ക്കെല്ലാം ആ മാതാവിൻ്റെ മകൻ എനിക്ക് ഉത്തരം നൽകുന്നുമുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇത് കുട്ടിക്കാലത്ത് നടന്ന സംഭവം. ഞാനിപ്പോൾ യുവജനങ്ങളോട് പറയുന്ന 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ചടങ്ങിന് പോയപ്പോൾ പ്രസംഗിക്കാൻ വന്ന ആൾ ഇതുപോലെ തന്നെ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഒരു പരിപാടിയിൽ പറഞ്ഞു, ഈ ഉണ്ണി പിറക്കാൻ, നമ്മുടെ ഉണ്ണീശോ പിറക്കാൻ മാതാവും ഔസപിതാവും എടുത്ത ഒരു ത്യാഗം, അതായത് സേഫായിട്ട് അതിനെ പിറക്കണം, അതിന് ശത്രുവിൻ്റെ ആക്രമണങ്ങളുണ്ട്, അതെല്ലാം കവർ ചെയ്ത് വളർത്തണം. അങ്ങനെ കർത്താവിനെ വളർത്തിയത്, ദൈവപുത്രനായിട്ടും ദൈവത്തിൻ്റെ അവതാരമായിട്ടും കർത്താവിനെ വളർത്തിയത് ഔസപിതാവും മാതാവുമാണ്. അതുപോലെ തന്നെയല്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു പിതാവായപ്പോഴാണ് എനിക്ക് ആ ബോധ്യം ഉണ്ടാകുന്നത്. കുട്ടിക്കാലത്ത് നമ്മൾ മാതാപിതാക്കളെ അവഗണിച്ച, മാതാപിതാക്കളെ കേൾക്കാതെ ഒരുപാട് കൊച്ചു തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് തോന്നുന്നുണ്ട്, മാതാപിതാക്കളെ അനുസരിച്ചിരുന്നെങ്കിൽ നമുക്കിതൊക്കെ മാറ്റി നിൽക്കാമായിരുന്നു, നല്ലൊരു മനുഷ്യനായി മാറാമായിരുന്നു എന്ന്. അപ്പം എനിക്ക് ഇതിനകത്തുനിന്ന് പറയാനുള്ളൊരു കാര്യം, മാതാപിതാക്കളെ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം സ്നേഹിക്കുക. ഞാൻ എല്ലാ സ്ഥലത്തും എനിക്കൊന്ന് മാതാപിതാക്കളുടെ ഒരു ബ്രാൻഡ് അംബാസഡറായി, അവരെ സ്നേഹിക്കുന്ന ഒരു സൊസൈറ്റിയുടെ ബ്രാൻഡ് അംബാസഡറായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം കർത്താവിനെ വരെ സംരക്ഷിച്ച മാതാപിതാക്കൾ, ദൈവത്തെ വരെ സംരക്ഷിച്ച മാതാപിതാക്കൾ നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്നുണ്ട്. ഒരു പ്രായം കഴിയുമ്പോൾ പിന്നെ തന്നിഷ്ടപ്രകാരം പ്രണയം, കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം എല്ലാം ഇട്ടറിഞ്ഞിട്ട് അങ്ങോട്ടൊരു പോക്ക എന്നൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ യുവജനങ്ങൾ ഒന്നും ചിന്തിക്കാതെ എന്തെല്ലാം പ്രശ്നങ്ങളിൽ ചെന്ന് പെടുന്നു. ലഹരി. നമ്മൾ പിതാവായി കഴിയുമ്പോഴേ, മാതാവായി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ, അന്ന് അപ്പനും അമ്മയും പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ സത്യമായിരുന്നു. അവർ പറയുന്നത് അല്പമെങ്കിലും വില കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ ദുർഗതി ഉണ്ടാവില്ലായിരുന്നുവെന്ന്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട യുവജനങ്ങളെ, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങളെല്ലാവരും നമ്മുടെ ഒരു സിസ്റ്റത്തിന്, നമ്മുടെ ഒരു സംസ്കാരത്തിന് വിധേയരായി, ദൈവത്തിന് വിധേയരായി, മാതാപിതാക്കൾക്ക് വിധേയരായി, ഗുരുക്കന്മാർക്ക് വിധേയരായി, അച്ഛന്മാർക്ക് വിധേയരായി, നമ്മളെ നല്ലത് പറഞ്ഞിരുന്ന എല്ലാവർക്കും വിധേയരായി അനുസരിച്ച് നല്ലൊരു ജീവിതം നയിച്ചാൽ തീർച്ചയായും നല്ല ഒരു വിജയം ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഞാൻ ക്രിസ്മസ് ആയിക്കൊണ്ട് ഒരു ഉപദേശമായിട്ട് ഇങ്ങോട്ട് വന്നതല്ല. ഇതല്ലാതെ ഞാൻ നിങ്ങളോട് എന്ത് പറയാനാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അതാണ്. നമ്മുടെ ചില കുട്ടികളുണ്ട്, ചില യുവാക്കളുണ്ട്, ജീവിതത്തിൽ സക്സസ് അല്ല, എനിക്ക് അങ്ങോട്ടൊന്നും നേടാൻ പറ്റിയില്ല, എനിക്ക് ചെറിയ ജോലിയാണ്, എനിക്ക് വലിയ ജോലിയാണ്. നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച ഒരു സിനിമയാണ്, ഞാനിപ്പോൾ പോകുന്ന സ്ഥലത്തെല്ലാം പ്രസംഗിക്കുന്നുണ്ട്, 10 മാരി എന്ന് പറയുന്ന സിനിമ. ആ സിനിമ നിങ്ങൾ കണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സിനിമയിൽ മമ്മൂക്കയുടെ നാരായണൻ എന്ന കഥാപാത്രം ഗൾഫിൽ പോയിട്ടൊരു, ഗൾഫ് തുടങ്ങിയ കാലത്ത് തന്നെ ഗൾഫിലേക്ക് കയറിപ്പോയ ആളാണ്. യൂസഫ് അലി സാഹിബൊക്കെ ചെന്ന സമയത്ത് തന്നെ ചെന്ന ആളാണ്. പക്ഷേ ജീവിതത്തിൽ ഇപ്പോഴും സാധാരണ ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരു മനുഷ്യനാണ്. ഏറെക്കുറെ വാർദ്ധക്യമായിരിക്കുന്നു. അദ്ദേഹത്തെ ഒരു ഇന്റർവ്യൂ ചെയ്യാനൊരു ചാനലുകാർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഈ നാരായണൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തോട് ചോദിക്കുന്നു, യൂസഫ് അലി സാഹിബിനോടൊക്കെ വന്നതല്ലേ നാരായണേട്ട, എന്നിട്ട് നിങ്ങൾ ഒരു സക്സസ് ആയില്ലോ ജീവിതത്തിൽ എത്രമാത്രം.
അപ്പൊ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഈ സക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തുമാത്രം നേടി എന്നുള്ളത് കൊണ്ടല്ല, നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ്. എന്നാൽ നാരായണേട്ടൻ പറയുന്നു, ഞാൻ എൻ്റെ പരിമിതമായ സൗകര്യത്തിൽ നിന്ന് നമ്മൾ 10,000 രൂപ നാട്ടിലേക്ക് അയക്കുമ്പോൾ ആളുകളുടെ വിചാരം 20,000 രൂപ ശമ്പളം ഉണ്ടെന്നാണ്. 10,000 രൂപ മിച്ചം പിടിച്ചിട്ട് 10,000 രൂപ അയക്കുന്നു. ശരിക്കും 7,000 രൂപയേ ഉള്ളൂ. 3,000 രൂപയും കൂടെ കടം മേടിച്ചിട്ടാണ് 10,000 രൂപ നമ്മൾ അയക്കാറ്. പിന്നെ എൻ്റെ പെങ്ങന്മാരുടെ കല്യാണം നടത്തി, ഞാൻ വീട് വെച്ചു, എൻ്റെ ചേട്ടന് കടയിട്ട് കൊടുത്തു, എൻ്റെ മക്കളെ പഠിപ്പിച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനൊരു സക്സസ് മാൻ അല്ലേ, മോസ്റ്റ് സക്സസ്ഫുൾ മാൻ അല്ലേ ഞാൻ എന്ന് നമുക്കയുടെ കഥാപാത്രം പറയുന്നത് ഭയങ്കര ഫീൽ ഉണ്ടാപ്പാണ്. അതിനുശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്താണ് അച്ചീവ്മെന്റ്? അപ്പൊ അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നമ്മൾ കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മാതാപിതാക്കൾ ഒരു ദിവസമെങ്കിലും മനസ്സമാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, അതിന് കാരണം നമ്മളാണെങ്കിൽ അതാണ് അച്ചീവ്മെന്റ്. അപ്പോ നമ്മളുടെ അച്ചീവ്മെന്റ് എന്താണെന്നുള്ളത് ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ ഈ പ്രായം കടന്നു വന്ന് വലിയ വാർത്തക്കെതിരെ കിടക്കാത്ത ഒരു മിഡിൽ പരുവായി ഞാൻ നിങ്ങളോട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കണം. നമ്മൾ തീരുമാനം എടുക്കണം. തെറ്റായിട്ടുള്ള നല്ല പെരുമാറ്റം, നല്ല ചിരി, നല്ല വർത്താനം. ഇപ്പൊ ഞാൻ പറയുന്നു, എനിക്ക് ഇതൊക്കെ നേടിത്തരാൻ അല്ലെങ്കിൽ എനിക്കൊരു പ്രവേശനം പലയിടത്തോട്ടും കിട്ടാൻ കാരണം നമ്മൾ പഠിച്ചു വന്ന ഒരു സിസ്റ്റത്തിന്റെ ഗുണമാണ്. നന്നായി പെരുമാറാൻ സാധിച്ചുകൊണ്ടാണ്, നന്നായി ചിരിക്കാൻ സാധിച്ചുകൊണ്ടാണ്, നന്നായി പ്രാർത്ഥിക്കാൻ സാധിച്ചുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കുന്ന വലിയ ആളുകളായി ഇന്ന് ഈ ശാന്തി നടത്തുന്ന ഈ കാഞ്ഞിരപ്പള്ളിയിലെ യുവജനങ്ങളെല്ലാം മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസും ന്യൂ ഇയറും ഞാൻ നേരുന്നു. എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ചതിന് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.